നില ലീഡ് നില മാറി മറിഞ്ഞിട്ടുണ്ട്. കോട്ടയം LDF-നൊപ്പം മാവേലിക്കര, പത്തനംതിട്ട, ആറ്റിങ്ങൽ LDF-നൊപ്പം ഈ നിലയ്ക്ക് 10-9-1 എന്ന നിലയ്ക്ക് കേരളത്തിലും ലീഡ് നില മാറി മറിയുകയാണ്. കണ്ണൂരിൽ ആദ്യത്തെ റൗണ്ടിൽ LDF 864 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. 2019 UDF 4000 വോട്ടിന് ഈ ഘട്ടത്തിൽ മുമ്പിലായിരുന്നു. സുധാകരൻ മുന്നിട്ടുന്നതിന് ശേഷം MP ജയരാജൻ 945 വീതം 945 കണ്ണൂരിലും വടകരയിലും ഒരേ ലീഡ് നില. ശൈലജയുടെ ലീഡ് അല്പം കുറയുന്നു, 945ലേക്ക്. ചാലക്കുടിയിൽ 1148 വോട്ടുകൾക്ക് LDF ലീഡ് ചെയ്യുകയാണ്. പാലക്കാട് 860 വോട്ടുകൾക്ക് LDF ലീഡ് ചെയ്യുകയാണ്. അതായത് മാധ്യമങ്ങൾക്ക് കിട്ടാത്ത ഒരു ട്രെൻഡ് ആയിരുന്നു. മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യം 26 മറ്റൊരു 22 മാത്രമേ ഉള്ളൂ. അതാണ് ടോട്ടൽ ടാലിയിലും ഷൈജു പ്രതിഫലിക്കുന്നത്. 265 220 എന്ന് മാറുന്നത് ഇന്ത്യ സഖ്യം പല സംസ്ഥാനങ്ങളിലും മുന്നേറുകയാണ്. തമിഴ്നാട്ടിൽ നോക്കൂ, 33 NDA 2 ADMK 1. പല പരീക്ഷണങ്ങൾ മഹാരാഷ്ട്രയിലെ പരീക്ഷണങ്ങൾ അമ്പയെ പരാജയപ്പെടുന്ന കാഴ്ച അവിടെ ഇന്ത്യക്ക് മുന്നിൽ മാറുകയാണ്. 265ലേക്കുള്ള കൂപ്പുകുത്തൽ. പക്ഷേ കർണാടകയിൽ പോരാ കേട്ടോ, കർണാടകയിൽ താഴോട്ടാണ് ഇന്ത്യ സഖ്യം. പക്ഷേ ഗുജറാത്തിൽ 3 ഇന്ത്യ സഖ്യമുണ്ട്, 23 NDA, 3 രാജസ്ഥാനിൽ 8 മഹാരാഷ്ട്രയിൽ 8 കോൺഗ്രസ് മുന്നിലുണ്ട്. സേന ഉദ്ധവ് താക്കറെയുടെ സേന 11 മുന്നിലുണ്ട്. NCP ശരത് പവാർ 7 മുന്നിലുണ്ട്. മഹായുതിയിൽ BJP 14, ഷിൻഡെ സേന 6. അജിത് പവാർ ഒറ്റയിടത്ത് മാത്രം. അജിത് പവാർ NCP. ആലത്തൂരിൽ ഇതാ K രാധാകൃഷ്ണൻ ലീഡ് കുറഞ്ഞു വരുന്നു 767ലേക്ക്. ഇതാ രമ്യ ഹരിദാസിന്റെ ഒരു പാട്ടിന്റെ സമയമായോ? ആലത്തൂരിൽ LDF-ന്റെ ലീഡ് 767ലേക്ക് കുറഞ്ഞു വരുന്നു. അതേസമയം തന്നെ നോക്കൂ, ചാലക്കുടിയിൽ LDF 1000-ന് മുകളിൽ വോട്ടിന് ലീഡ് ചെയ്യുന്നു എന്നുള്ളത് കൗതുകകരമായ കാര്യമാണ്. കണ്ണൂർ ശ്രദ്ധിക്കണം, കണ്ണൂരിൽ LDF 860 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുമ്പോൾ കഴിഞ്ഞ തവണ ഇതേ സമയത്ത് UDF 4000 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയായിരുന്നു. ഡീനാണ് പട്ടികയിൽ വീണ്ടും മുന്നിൽ 12624 വോട്ടിന് ഡീൻ കുര്യാക്കോസ് ഇടുക്കിയിൽ മിടുക്കനാവുകയാണ്. ഇനി ഏതാണ്ട് 45 സീറ്റുകളിലെ ലീഡ് നില മാത്രമേ രാജ്യത്ത് മൊത്തം വരാനുള്ളൂ. NDAക്ക്, BJPക്കല്ല, NDAക്ക് കേവല ഭൂരിപക്ഷത്തിന്റെ അടുത്ത് പോലും എത്താൻ ഇനിയും സീറ്റുകൾ വേണം. 266 മാത്രമേ ഉള്ളൂ. 272 കടക്കണമെങ്കിൽ ഇനിയും സീറ്റുകൾ വേണം. അവിടെ ഇനി 46 സീറ്റുകളിലെ ലീഡ് നില മാത്രമേ വരാനുള്ളൂ. ഇന്ത്യ സഖ്യം 218 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. നമുക്കിപ്പോ കോട്ടയത്തിന്റെ കണക്കൊന്ന് നോക്കിയാൽ നോക്കൂ, 1ാം റൗണ്ടിൽ അവിടെ ഫ്രാൻസിസ് ജോർജിനേക്കാൾ കൂടുതൽ വോട്ട് തോമസ് ചാഴിക്കാടൻ നേടുമ്പോൾ തൊട്ടു പിന്നിൽ തുഷാർ വെള്ളാപ്പള്ളി ഉണ്ടെന്നേ. തോമസ് ചാഴിക്കാടൻ 7315, ഫ്രാൻസിസ് ജോർജ് 7115, തുഷാർ വെള്ളാപ്പള്ളി 4059. അപ്പൊ പ്രവചിച്ചതുപോലെ അല്ല, തുഷാർ വോട്ട് പിടിക്കുമ്പോൾ അതിൽ കുറയുന്നത് ഫ്രാൻസിസ് ജോർജിനാണോ? അല്ല, അവിടെ മാത്രമല്ല അഭിലാഷ്, ഇപ്പോ ഈ 9 LDF ലീഡ് ചെയ്യുന്നതിൽ BJP അധികമായി പിടിച്ച വോട്ടുകൾ UDF-ന്റെ വോട്ടുകളാണോ നഷ്ടപ്പെടുത്തിയത്? വടകര UDF ലീഡ് തിരിച്ചു പിടിക്കുന്നു 34 വോട്ടുകൾക്ക്. വടകരയിൽ UDF ലീഡ് തിരിച്ചു പിടിക്കുന്നു. നേരത്തെ പറഞ്ഞത് കറക്റ്റാണ്, ഫസ്റ്റ് റൗണ്ട് പൂർണ്ണമായിരുന്നില്ല. നാമമാത്രമായ വോട്ടുകളാണെങ്കിലും വടകരയിൽ മുന്നിൽ നിൽക്കുന്ന ഓരോ നിമിഷവും UDF-ന് ആഹ്ലാദത്തിലേതാണ്. KK ശൈലജയും ഷാഫി പറമ്പിലും ഇഞ്ചോടിഞ്ചി ഏറ്റുമുട്ടുന്ന കാഴ്ച ഈ തെരഞ്ഞെടുപ്പിന്റെ കൗണ്ടിങ്ങിൽ മുഴുവനും നമുക്ക് കാണാൻ കഴിയും. വടകരയിൽ നിന്ന് 34 വോട്ടുകൾക്ക് ഷാഫി പറമ്പിൽ. പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിനെ മറികടന്നുകൊണ്ട് UDF ആന്റോ ആന്റണി 1869 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. തോമസ് ഐസക്കിന്റെ ആ വലിയ സർജ് അവസാനിക്കുകയാണ് 1869 വോട്ടുകൾക്ക്. ഇതാ വടകരയിൽ UDF ലീഡ് ചെയ്യുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. കോട്ടയത്ത് UDF ലീഡ് തിരിച്ചു പിടിക്കുന്നു 1649 വോട്ടുകൾക്ക്. കോട്ടയത്ത് UDF ലീഡ് തിരിച്ചു പിടിക്കുകയാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ മുന്നിലെത്തുന്നു. 1649ലേക്ക് ലീഡ് ഉയർത്തിയിരിക്കുന്നു. ഡീൻ കുര്യാക്കോസ് 13007ലേക്കും ലീഡ് ഉയർത്തുകയാണ്. UDF-ന്റെ സാരഥികൾ വീണ്ടും തിരികെ വരുന്ന കാഴ്ച. 13-6ലേക്ക് വീണ്ടും ടോട്ടൽ കൗണ്ട്. കാസർഗോഡ് ഇത് ആദ്യമായി രാജ്മോഹൻ ഉണ്ണിത്താൻ ലീഡ് പിടിച്ചിരിക്കുന്നു. 2618 വോട്ടുകളുടെ ലീഡാണ് രാജ്മോഹൻ ഉണ്ണിത്താന് ഇപ്പോൾ ഉള്ളത്. 2618 MV ബാലകൃഷ്ണനേക്കാൾ 2618 വോട്ടുകൾക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ മുന്നിലാണ്. ഈ 1 മണിക്കൂർ പിന്നിടുമ്പോൾ ഇത് ആദ്യമായാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ മുന്നിലെത്തുന്നത്. ബീഹാറിലെ കത്തിഹാറിൽ താരിഖ് അൻവർ, കേരളത്തിന്റെ ചുമതലയുണ്ടായിരുന്ന AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ മുന്നിൽ. CPM-ന് സന്തോഷകരമായ വാർത്ത ഇപ്പോഴും തുടരുകയാണ്. ബംഗാളിൽ മുഹമ്മദ് സലീം, CPM സംസ്ഥാന സെക്രട്ടറി, ബംഗാൾ സെക്രട്ടറി ഇപ്പോഴും ലീഡ് ചെയ്യുകയാണ്. വടകരയിൽ വീണ്ടും UDF മുന്നിൽ. യെസ്, നമുക്ക് കാണേണ്ടത്
വയനാട്ടിൽ 14,030 വോട്ടുകൾക്ക് രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിന് ജയിച്ച സ്ഥാനാർത്ഥിയാണ്. കേരളത്തിൽ രാഹുൽ ഗാന്ധി 14,000-ലേക്ക് അദ്ദേഹത്തിന്റെ ലീഡ് ഉയർത്തുന്നു. 13,143 വോട്ടുകൾക്ക് ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് ലീഡ് ചെയ്യുന്നു. കോഴിക്കോട്ടെ നമ്പേഴ്സ് ലഭ്യമാണ്. കോഴിക്കോട്ടും ഒരു ഘട്ടത്തിൽ UDF-ഉം NDA-യും തമ്മിൽ മത്സരം എന്നുള്ള നിലയിലേക്ക് പ്രാഥമികമായ റൗണ്ടിലെങ്കിലും കാര്യങ്ങൾ മാറുന്നു. NDA കേരളത്തിൽ വോട്ട് വിഹിതം കാര്യമായി ഉയർത്തുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതായത് 27% വോട്ട് വിഹിതമെന്ന് എക്സിറ്റ് പോളുകൾ പ്രവചിച്ചത് അത്ര സാധ്യമായതല്ല എന്നുള്ളതാണോ? യെസ്. ഇപ്പോൾ ഏറ്റവും വലിയ ലീഡ് നില കേരളത്തിലുള്ളത് രാഹുൽ ഗാന്ധിക്കാണ്, 14,000. അത് കഴിഞ്ഞാൽ ഡീൻ കുര്യാക്കോസ് 13,000. കൊല്ലത്ത് കുറെ നേരമായിട്ടൊന്നും സംഭവിക്കുന്നില്ല എന്ന് തോന്നുന്നു. കേരളത്തെ ഞെട്ടിച്ച ഭൂരിപക്ഷം നേടിയ രാഹുൽ ഗാന്ധിക്ക് 7 ലക്ഷം വോട്ടുകൾ കഴിഞ്ഞ നോക്കൂ, ഇന്നലെ സർജുണ്ടായിരുന്ന ഓഹരി വിപണി തകർന്നു തുടങ്ങി. വീഴുകയാണോ? ഓഹരി വിപണി വീഴുന്നു. അഭിലാഷ്, തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ അജയ് റായ് ആണ് 5000-ലേറെ വോട്ടുകൾക്ക് വാരാണസിയിൽ നരേന്ദ്രമോദിയേക്കാൾ മുന്നിൽ നിൽക്കുന്നത്. തിരഞ്ഞെടുപ്പ്